ഹായ് ഓൾ, ഇന്ന് നമ്മൾ വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. ഒരു കോമ്പിനേഷൻ ഓഫ് സോളിഡ് നമുക്കൊരു ക്യാപ്സൂൾ എടുക്കാം. ഇതാണ് നമ്മുടെ ക്യാപ്സൂൾ എന്ന് വിചാരിച്ചോളൂ. ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു ഹെമിസ്ഫിയറും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹെമിസ്ഫിയർ പ്ലസ് സിലിണ്ടർ പ്ലസ് ഹെമിസ്ഫിയർ. അപ്പൊ ഇതിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം എന്ന് പറഞ്ഞാല് വോളിയം ഓഫ് ക്യാപ്സൂൾ എന്തായിരിക്കും? ഈക്വൽ ടു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഇവിടെ ഒരു ഹെമിസ്ഫിയറും ഇവിടെ വേറെ ഹെമിസ്ഫിയർ, അപ്പൊ രണ്ട് ഹെമിസ്ഫിയർ ഇൻറ്റു 2 പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സർഫസ് ഏരിയ എടുക്കുമ്പം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോമ്പിനേഷണൽ സോളിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സർഫസ് ഏരിയ ആഡ് ചെയ്താൽ ഉള്ള വാല്യൂ ആയിരിക്കില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വോൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നമ്മൾ വോൾ എടുക്കുകയാണെങ്കിൽ കോമ്പിനേഷണൽ സോളിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ വോളിയൂംസ് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. അല്ലാണ്ട് ഒന്നും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യില്ല, എല്ലാ വോളിയൂമും ആഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശാന്ത runs an industry in a shed which is in the shape of a cuboid surmounted by a half cylinder. If the base of the shed is of the dimension 7 meter into 15 meter and the height of the cuboidal portion is 8 meter, find the volume of air that the shed can hold. Further, suppose the machinery in the shed occupies a total space of 300 meter and there are 20 workers, each of whom occupy about 0.08 meter cube space on average, then how much air is in the shed? എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു ഷെഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷെഡ്. ഇതാണ് നമ്മളുടെ ക്യൂബോയിഡ് എന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മളുടെ ക്യൂബോയിഡ്. ഇതിന്റെ മുകളിൽ ഒരു ഹാഫ് സിലിണ്ടർ. ഇങ്ങനെയാണ് ഷെഡ് ഉള്ളത്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ബേസ് ഓഫ് ദ ഷെഡ് ഈസ് ഓഫ് ഡയമെൻഷൻ 7 മീറ്റർ ഇൻറ്റു 15 മീറ്റർ. ഇത് 7 മീറ്റർ, ഇത് 15 മീറ്റർ. പിന്നെ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡൽ പോർഷൻ ഈസ് 8 മീറ്റർ. ഇത് 8 മീറ്റർ. ഫൈൻഡ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ദ ഷെഡ് ക്യാൻ ഹോൾഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം റേഡിയസ് ഓഫ് സിലിണ്ടർ എത്രയാണെന്ന് നമ്മൾ പറയാം. സിലിണ്ടറിക്കൽ പോർഷന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 7 ആണ്. 7ന്റെ പകുതി ഈക്വൽ ടു 3.5 മീറ്റർ ആണ് നമ്മുടെ റേഡിയസ്. നമ്മളോട് എന്താ ചോദിച്ചത്? വോളിയം ഓഫ് എയർ ആണ് ചോദിച്ചത്. വോളിയം ഓഫ് എയർ ഇൻ ദ ഷെഡ് എന്തായിരിക്കും? ഈക്വൽ ടു വോളിയം ഓഫ് cuboid plus half into volume of cylinder. കാരണം എന്താ? ഇത് ഒരു സിലിണ്ടർ പകുതി മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഫിഗറിലുള്ള, ബാക്കി പകുതി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് വോളിയം ഓഫ് സിലിണ്ടർ എടുത്തത്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് എന്താ? ഈക്വൽ ടു LBH ആണെന്ന് നമുക്കറിയാം. LBH പ്ലസ് ഹാഫ് ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ πr²h. ഓക്കെ, ഇവിടെ L എന്താ? ലെങ്ത് എന്ന് പറയുന്നത് 15ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 7ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 8ഉം പ്ലസ് ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു r 3.5 ഇൻറ്റു h എന്താ? h 15. 3.5 നമുക്ക് ഇങ്ങനെ എടുക്കാം. 7/2 ഇൻറ്റു 7/2 എന്ന് എടുക്കാം. ഇവിടെ 7 ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഈ 7ഉം ഈ 7ഉം കട്ടായി. ഇത് എത്രയായിരിക്കും? 1128.75 ആണ്, മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ വോളിയം ഓഫ് എയർ. ഇനി നമുക്ക് വോളിയം ഓഫ് മെഷീനറി തന്നിട്ടുണ്ട്. വോളിയം ഓഫ് മെഷീനറി. വോളിയം ഓഫ് മെഷീനറി എത്രയാണ് തന്നുള്ളത്?
300 മീറ്റർ ക്യൂബ് 300 മീറ്റർ ക്യൂബാണ്. പിന്നെ വോളിയം ഓഫ് വർക്കർ എത്രയായിരിക്കും? ഒരാള് 0.08, അപ്പൊ 20 × 0.08 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 × 0.08 എന്ന് പറഞ്ഞാൽ 1.6 മീറ്റർ ക്യൂബ്. വോളിയം ഓഫ് എയർ when there are machinery and workers എന്തായിരിക്കും? 1128.75 minus 300 minus 1.6 equal to എന്താ? Equal to 827.15 meter cube. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A juice seller was serving his customers using glasses as shown in the figure. The inner diameter of the cylindrical glass was 5 cm, but the bottom of the glass had a hemispherical raised portion which reduced the capacity of the glass. If the height of the glass was 10 cm, find the apparent capacity of the glass and its actual capacity. Use pi equal to 3.14. എന്താ പറഞ്ഞിട്ടുള്ളത്? ജ്യൂസ് സെല്ലർ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഡയമീറ്റർ എത്രയാ? 5 സെന്റിമീറ്റർ ആണ്. പിന്നെന്താ പറയുക? ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ അപ്പാരന്റ് കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയാണ് തന്നത്. അപ്പാരന്റ് കപ്പാസിറ്റി എന്തായിരിക്കും? അപ്പാരന്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിക്കൽ പോർഷന്റെ ടോട്ടൽ കപ്പാസിറ്റിയാണ്. അതെന്താണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ എച്ച്. ഇവിടെ എന്താ പൈ? 3.14 ഇൻറ്റു ആർ. ആർ എത്രയാ? 2.5 ഇൻറ്റു 2.5 ഇൻറ്റു എച്ച് 10 ഈക്വൽ ടു എത്രയാണ്? ഈക്വൽ ടു 196.25 സെന്റിമീറ്റർ ക്യൂബ്. അപ്പാരന്റ് കപ്പാസിറ്റി കിട്ടി. ഇനിയോ ആക്ച്വൽ കപ്പാസിറ്റി കൂടി കാണാൻ. ആക്ച്വൽ കപ്പാസിറ്റി എന്താ? അപ്പാരന്റ് കപ്പാസിറ്റി r സ്ക്വയർ എച്ച് മൈനസ് ഹെമിസ്ഫിയറിന്റെ കപ്പാസിറ്റി എന്താണ്? 2/3 പൈ ആർ ക്യൂബ്. ഇതെന്തായിരിക്കും? 196.25 മൈനസ് 32.71. ഇതെന്താണ്? 163.54 ആണ് നമ്മളുടെ ഗ്ലാസിന്റെ കപ്പാസിറ്റി. 163.54 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A solid toy is in the form of a hemisphere surmounted by a right circular cone. The height of the cone is 2 cm and the diameter of the base is 4 cm. Determine the volume of the toy. If a right circular cylinder circumscribes the toy, find the differences of the volume of the cylinder and the toy. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു ടോയ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടോയ് ആണ് തന്നിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഒരു കോണും ഒരു ഹെമിസ്ഫിയറും ഉള്ള ടോയ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഹൈറ്റ് ഓഫ് കോൺ എത്രയാണെന്ന് പറഞ്ഞത്? 2 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ബേസ് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. ഇത്രയും പോർഷൻ 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിത് വോളിയം ഓഫ് ടോയ് ആണ് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് അത് കാണാം. വോളിയം ഓഫ് ടോയ് എന്താണ്? ഹെമിസ്ഫിയറിന്റെ വോളിയം എത്രയാ? 2/3 പൈ ആർ ക്യൂബ് പ്ലസ് കോണിന്റെ വോളിയം എത്രയാ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അതെന്താണ് നോക്കാം. 2/3 ഇൻറ്റു 3.14 ഇൻറ്റു ആർ ക്യൂബ്. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് പ്ലസ് 1/3 ഇൻറ്റു 3.14 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു എച്ച് എന്താ അവിടെ? 2 ഈക്വൽ ടു 1/3 ഇൻറ്റു കോമൺ എടുക്കാം. ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 2 ഉണ്ട്. അപ്പം 2 ക്യൂബ് തന്നെ. അപ്പം 3.14 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പം 2 + 1 ഈക്വൽ ടു 3.
അപ്പൊ 3/3 എന്ന് പറഞ്ഞാൽ എത്രയാ? ബാക്കി 3.14 ഇൻറ്റു 2 ക്യൂബ് ആണ് ഉത്തരം. അതെന്താണ്? ഈക്വൽ ടു 25.12 ആണ് ഉത്തരം. ഈക്വൽ ടു 25.12 സെന്റിമീറ്റർ ക്യൂബ്. അടുത്തായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? If a right circular cylinder circumscribes the toy, find the differences of the volume of the cylinder and the toy. ഒരു സിലിണ്ടർ ഈ ടോയിന്റെ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ടോയ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ആവാം. വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ടോയ്. വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ടോയ്. അപ്പം പൈ ആർ സ്ക്വയർ 3.14 ഇൻറ്റു ആർ. ആർ എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു എച്ച് എത്രയാ? 2 പ്ലസ് ഇതിന്റെ റേഡിയസ്. അപ്പം 2 രണ്ടും കൂട്ടിയാൽ 4 മൈനസ് 25.12. അതെന്താണ്? ഈക്വൽ ടു 25.12 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക സെന്റിമീറ്റർ ക്യൂബ്.